ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ വീഴ്ചയല്ലെന്ന് ഓൾ ഇന്ത്യ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ. തീർത്ഥാടകരുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ സജീവമായ ഇടപെടൽ വേണമെന്ന് അധികൃതരോട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയായ 52,507-ൽ 42,507 പേർക്കും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിന് കാരണക്കാർ സ്വകാര്യ ഗ്രൂപ്പുകളാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് സ്വകാര്യ ഗ്രൂപ്പുകൾ വിശദീകരിക്കുന്നത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കി. സൗദിയുടെ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കൈമാറി. എന്നാൽ സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് വീഴ്ച സംഭവിച്ചിരിക്കാമെന്ന് സ്വകാര്യ ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാർ സംശയിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 10,000-ലേറെ തീർത്ഥാടകർക്ക് അവസരം നഷ്ടപ്പെടുമെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ സെക്രട്ടറി MA അസീസ് പറഞ്ഞു. ഈ കാര്യത്തിൽ നിരപരാധികളായ ഹാജിമാരും അതുപോലെ തന്നെ മുഴുവൻ പണമടച്ച ഏജന്റുമാരും വളരെയധികം പ്രയാസത്തിലും പ്രശ്നത്തിലുമാണുള്ളത്. ഒന്നാമതായി ഏകദേശം ഒരു ഹാജിക്ക് 3.5 ലക്ഷം തൊട്ട് 4 ലക്ഷം അതിലേറെയും തുക അടച്ച ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും വരുന്ന തുക ഒന്നിച്ചടച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ളൊരു നിർദ്ദേശം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 10,000-ത്തിലകം 12,000-ത്തോളം ഹാജിമാരുണ്ടാവുമെന്നാണ് അനുമാനിക്കുന്നത്. അവസരം ലഭിക്കുന്ന 10,000 തീർത്ഥാടകരെ പല ഗ്രൂപ്പുകൾക്കായി വീതം വെക്കുമ്പോൾ തീർത്ഥാടകർക്ക് പ്രതീക്ഷിക്കുന്ന സേവനം നൽകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് 52,000 ആളുകളുടെ ഹജ്ജിൽ നിന്ന് 10,000 പേർക്ക് മാത്രം ഹജ്ജിന് അനുമതി ലഭിച്ചാൽ തന്നെ അവരെ കൊണ്ടുപോകുക പ്രയാസമാണ്. രണ്ടാമത് 50ഓളം ആൾ വരുന്ന മിനിമം 50 ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു അമീറും ഒരു ഗൈഡും ഉണ്ടാവും. അവിടെ നേതൃത്വത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നടത്തുക. അവരെ പ്രതീക്ഷിച്ചാണ് ആളുകൾ ഹജ്ജിന് വേണ്ടി ബുക്ക് ചെയ്തത്. അതിൽ 10 പേർക്ക് മാത്രം അവസരം ലഭിച്ചാൽ അവർ കൊണ്ടുപോവുക അസാധ്യമാണ്. കൊണ്ടുപോയാൽ തന്നെ അവർക്ക് സംതൃപ്തമായ ഹജ്ജ് ലഭിക്കുകയില്ല. മാത്രമല്ല നിരാലംബരും അതുപോലെ തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവരുമായ ആളുകളാണ് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ കാര്യമായി ബുക്ക് ചെയ്യാറുള്ളത്. സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ മുഴുവൻ തീർത്ഥാടകർക്കും അവസരം നൽകണമെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുകൂലമായ പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവരുടെ എണ്ണം 1,75,025-ൽ നിന്നും 1,32,500-ഓളമായി ചുരുങ്ങും. ഇതിൽ സ്വകാര്യ ഗ്രൂപ്പിലെ 10,000-വും ഉൾപ്പെടും. ജലീൽ കണമംഗലം, 24 ജിദ്ദ.